ഹലോ കൂട്ടുകാരെ, ഇന്ന് ഫുൾ മൂൺ ആണ്. ഈ ഒരു ഫുൾ മൂണിൻ്റെ കളക്റ്റീവായിട്ടുള്ള ഒരു എനർജി അപ്ഡേറ്റ് ആണ്. ആദ്യം ഫെമിനൈൻ എനർജിയുടെ എനർജി അപ്ഡേറ്റ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എപ്പോഴത്തെയും പോലെ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ട് ഒരു കോസ്മിക് എനർജിയുടെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് നമ്മളുടെ എനർജറ്റിക് ഫീൽഡിൽ നമുക്ക് ഫീൽ ആവാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എഫക്റ്റ് കാരണം മേ ബി നമ്മൾ പെട്ടെന്ന് ട്രിഗർ ആവുന്നുണ്ടായിരിക്കാം ഏതെങ്കിലും കാര്യത്തിൽ, അല്ലെങ്കിൽ ആങ്കർ ഇഷ്യൂസ് സർഫേസിൽ വരുന്നുണ്ടായിരിക്കാം. ആങ്കർ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ ഫൊർഗീവ് ചെയ്തു എന്ന് വിചാരിച്ച ഇൻക്ലൂഡിങ് നമ്മളുടെ കൗണ്ടർ പാർട്ടിൻ്റെ ഇഷ്യൂസ്, അല്ലെങ്കിൽ അവർ നമ്മളോട് ചെയ്ത കാര്യങ്ങൾ ഫൊർഗീവ് ചെയ്തു എന്നൊക്കെ വിചാരിച്ച ആ ഒരു വൺനെസ്സിൻ്റെ എനർജിയിലിരുന്നാലും പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെയും തോട്ട് പാറ്റേണിൽ മറ്റൊരാൾ വന്ന് നമ്മളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളുടെ തന്നെ തോട്ട് പാറ്റേണിൽ പെട്ടെന്ന് അത് സർഫേസിൽ വരികയോ, ഇതൊക്കെ ഞാൻ ഹീൽ ചെയ്തതാണെന്ന് വിചാരിച്ച കാര്യങ്ങളായിരിക്കാതെ സർഫേസിൽ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ട്രിഗറായി ഞാൻ ഒരു ലോവർ എനർജിയിലാണോ എന്നൊക്കെയുള്ള ഒരു ഇൻസ്റ്റെബിലിറ്റിയിലേക്ക്, ഒരു ലോവർ എനർജീസിലേക്ക് എത്തപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇതൊരു ഇൻറ്റൻസ് എനർജീസിൻ്റെ ഒരു എഫക്റ്റാണ് നമ്മളുടെ എനർജറ്റിക് ഫീൽഡിൽ നിന്ന്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യം ഗ്രൗണ്ടിങ് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുക, വാക്കിംഗ് കൂടുതലായിട്ട് ചെയ്യുക. അതായത് നമ്മുടെ ബോഡിയുടെ താഴത്തെ ഭാഗം കോർ കൂടുതലായിട്ട് മൂവ് ചെയ്യുന്ന പോലെ ഏതെങ്കിലും തരത്തിലുള്ള വ്യായാമങ്ങളായിരിക്കാം, യോഗയായിരിക്കാം ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഉള്ള ഈ 3D ഓറിയൻറ്റഡ് ആയിട്ടുള്ള എനർജി നമ്മളിൽ നിന്ന് റിലീസാവും. അറ്റ് ദ സെയിം ടൈം ഒരു പക്ഷേ ആ ഒരു ആങ്കർ ഇഷ്യൂസ് കൂടുതലായിട്ട് പ്രൊലോങ് ആവുകയാണെങ്കിൽ, അതായത് മറ്റു പല കാര്യങ്ങളിലേക്കും തോട്ട് പാറ്റേണിലൂടെ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതൊക്കെയും നമ്മളിൽ ഹീൽ ചെയ്യാനുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് എപ്പോഴും ഈ കാര്യങ്ങളൊക്കെയും സർഫേസിൽ വരുമ്പോൾ ഇനിയൊരു കാര്യം പറയാനുള്ളത്, ബി ജെൻറ്റിൽ ടു യുവർ സെൽഫ്. നമ്മളൊക്കെയും ഹീലിങ്ങിലൂടെ കടന്ന് പോകുന്നവരാണ്. അപ്പോൾ പലപ്പോഴും സർഫേസിൽ ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങളോട് വളരെ ഒരു സോഫ്റ്റ് നേച്ചർ കാണിക്കാറുണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് ഹീലാവണമെന്ന് വിചാരിച്ച് നമ്മളെ ഫോഴ്സിബിളി ഹീൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അതും വേണ്ട. അവിടെ ഒരു ടൈം ആൻഡ് സ്പേസ് കൊടുത്തിട്ട് ആ ഒരു കാര്യത്തിനെ ലെറ്റ് ഗോ ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് വന്ന് നമ്മൾ സോളിലേക്ക് അലൈൻ ആവുകയാണ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ഇവിടെ നമ്മൾ ഇതുവരെയും നമ്മുടെ ട്രൂത്ത് ആണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നമ്മളുടെ മുമ്പിൽ അത് ട്രൂത്ത് അല്ല എന്ന് കാണിച്ചുകൊണ്ട് യൂണിവേഴ്സായിട്ട് അങ്ങനത്തെ പല കാര്യങ്ങളും സിറ്റുവേഷൻസും നമ്മളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് മാക്സിമം നമ്മളുടെ ഏതെങ്കിലും ഒരു കാർമിക് റിലേഷൻസ് ആയിരിക്കാം. കാരണം ഇതിനു മുമ്പ് കാർമിക് റിലേഷൻസ് ആണെന്ന് മനസ്സിലാക്കി നമ്മൾ ലെറ്റ് ഗോ ചെയ്ത് ഒരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതായത് ആ സോൾസ് നമ്മളുടെ ലൈഫിലേക്ക് പിന്നെയും റീഎൻ്റർ ആയിരുന്നിരിക്കാം. അതായത് സെക്കൻഡ് മന്ത് അല്ലെങ്കിൽ തേർഡ് മന്ത്, ഫെബ്രുവരി ഓർ മാർച്ചിൻ്റെ സമയത്ത് അത് ഏതൊരു റിലേഷൻ ആയിരിക്കാം, നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ കൊളീഗ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണർ ആയിരുന്നിരിക്കാം ഇതിനു മുമ്പ്. അപ്പോൾ അവരൊക്കെ ഒത്തിരി മാറിയെന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ അവർക്ക് ലൈഫിൽ സ്പേസ് കൊടുത്തു പതിയെ വന്നപ്പോഴത്തേക്ക് അത് പിന്നെയും കാർമിക് ട്രൈറ്റ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് യൂണിവേഴ്സായിട്ട് ആ ഒരു റിലേഷൻ്റെ ട്രൂത്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു സമയമാണ്. സോ ഇവിടെ എഗെയിൻ ഒരു ബ്ലെയിമിങ് എനർജിയിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ പിന്നെ അതൊരു ലോവർ വൈബ്രേഷൻ എനർജിയാണ്. ആ ഒരു സോളിൽ നിന്ന് നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ റിമൈനിങ് ആയിട്ട് ഉള്ള ലെസൺസ് തരാനായിട്ട് മാത്രമാണ് ആ സോൾ, അല്ലെങ്കിൽ അതേപോലത്തെ സോളുകൾ സെയിം പാറ്റേണിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതാണെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ എഗെയിൻ ഫൊർഗീവ്നെസ് കൊടുക്കുക, ലെറ്റ് ഗോ ചെയ്യുക ആ ഒരു കണക്ഷനെ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ, ആൻഡ് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഒരു ഭാഗം മേ ബി ഒരു 5 to 6% ഓഫ് ഫെമിനൈൻ എനർജീസ് അവരുടെ സോൾ പർപ്പസിലേക്ക് വരുന്ന ഒരു സമയമാണ്. അതായത് പർപ്പസ് അറിയാമായിരുന്നെങ്കിലും കുറേ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു എനർജിയുമായിട്ട് അലൈൻ ആവാത്തത് കൊണ്ട്
ആ പർപ്പസിലേക്ക് ടാപ്പ് ഇൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിലേക്ക് എഗെയിൻ നമ്മളിലേക്ക് തന്നെ നമ്മൾ ഹീൽ ചെയ്യേണ്ട ആൾക്കാർ, ജസ്റ്റ് ഹീലിംഗ് ആയിട്ടാണ് പറയുന്നത്, ഹീലിംഗ് എന്നല്ല, ഉദാഹരണമാണ് ഹീലിംഗ്. അതേപോലെ നിങ്ങളുടെ ഏതേത് സോൾ പർപ്പസുകളാണോ ഉള്ളത് അതിലേക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഈ ഒരു പോയിന്റിൽ പല ട്വിൻ ഫ്ലെയിംസിനും ഫെമിനൈൻ എനർജീസിനും സെൽഫ് എർത്ത് ഇഷ്യൂസ് സർഫേസിൽ വരുന്ന ഒരു സമയമാണ്. അതായത് എനിക്കിത് ചെയ്യാൻ പറ്റുമോ, ഞാൻ അത്ര ഹീൽഡ് ആണോ, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്താൽ എൻ്റെ എനർജി ലൂസ് ആവുമോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിൽ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇതൊക്കെയും നമ്മളുടെ ഹീലാവാത്ത നമ്മുടെ പാർട്ടാണ്. അതായത് ഇവിടെ നമ്മൾ ടോട്ടലി സറണ്ടർ ചെയ്യാണ്ട് ആ ഒരു കാര്യത്തിലേക്ക് ലോജിക്കൽ മൈൻഡ് കൊടുക്കുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. എഗെയിൻ ഇവിടെ സറണ്ടർ ചെയ്യുക, നമ്മളിലേക്ക് ആ ഒരു കാര്യങ്ങളെ യൂണിവേഴ്സായിട്ട് എത്തിച്ചാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു എനർജിയിലേക്ക് അലൈൻ ആയിക്കൊണ്ട് ഞാൻ യൂണിവേഴ്സിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഗോ വിത്ത് ദ ഫ്ലോ ആയിട്ട് ഈ കാര്യങ്ങളെ സോൾ പർപ്പസിനെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ പല ഫെമിനൈൻ എനർജീസും ഒരു ഫ്രീ ഫ്ലോ ഓഫ് എനർജിയിലേക്ക് വന്നിട്ടില്ല എങ്കിൽ, അവർ നന്നായിട്ട് ഹീൽഡ് ആണെങ്കിൽ പോലും അവർ കുറേ കണ്ടീഷൻഡ് പാർട്ടിൻ്റെ ഭാഗമാണെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ കുറേ കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് വേയിൽ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ ഉത്തരവാദിത്തങ്ങളാണെന്ന് വിചാരിച്ച് ഒരു ഓവർ ഗിവിങ് എനർജിയിലേക്ക്, അതിപ്പം നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ഒരു ലൈഫിലുള്ള കാര്യങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ലൈഫിൽ നമ്മളുടെ ഇമ്പാക്റ്റ് വരുന്ന കാര്യങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ സോൾ പർപ്പസ് അല്ലെങ്കിൽ ലൈഫ് പർപ്പസിലൊക്കെയും ഇതൊക്കെ ഞങ്ങൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ഫോഴ്സിബിളി അവിടേക്കൊരു ഓവർ ഗിവിങ് എനർജിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിന്നൊക്കെയും ട്രിഗേഴ്സ് വരുന്ന ഒരു സമയമാണ്. സോ നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അതിലേക്ക് ഒന്ന് സോൾ അലൈൻ ആവുന്ന പോലെ, അതായത് സെൽഫായിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ട് എൻ്റെ ട്രൂത്തിനെ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണോ, ഞാൻ ഈ ചെയ്യുന്നത് കറക്റ്റാണോ, ഞാൻ മറ്റുള്ളവരെ ഓവറായിട്ട് പാമ്പർ ചെയ്യാൻ പോകുന്നുണ്ടോ, മറ്റുള്ളവരുടെ വാലിഡേഷന് പോകുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എഗെയിൻ ഒന്ന് അനലൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ഇവിടെ ഫെമിനൈൻ എനർജിക്ക് വന്ന ഒരു 3 സെൻറ്റൻസുകൾ ഡൗൺലോഡായിട്ട് കിട്ടിയത് നോ യുവർ പവർ എന്നാണ്. അടുത്തത് സ്റ്റേ ഗ്രൗണ്ടഡ്, ബി ഹംബിൾ. ഈ 3 സെൻറ്റൻസുകളാണ് എനിക്ക്, അതായത് 3 വാക്യങ്ങളാണ് എനിക്ക് ഡൗൺലോഡ്സ് ആയിട്ട് പറയാനായിട്ട് കിട്ടിയിരിക്കുന്നത്. സോ ഏതെങ്കിലും ട്വിൻ ഫ്ലെയിംസ്, പെർട്ടിക്കുലർലി ഫെമിനൈൻ എനർജീസ്, അവരുടെ പവറിനെ തിരിച്ചറിയാതെ, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എഗെയിൻ, പവറിനെ തിരിച്ചറിയാതെ അവരുടെ എനർജീനെ ഒരു ലോവർ വൈബ്രേഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു സെൽഫ് എർത്ത് ഇഷ്യൂസിൽ വരുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെയും ലെറ്റ് ഗോ ചെയ്യുക. ഈ എനർജീസിനെ ഗ്രൗണ്ട് ചെയ്യാനായിട്ട് എർത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. സോ ദാറ്റ് നമുക്ക് ആ ഒരു ലോവർ ചക്രാസിനെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് ബി ഹംബിൾ. ഒരു ദേഷ്യത്തിലോ അരഗൻസിലോ ഒക്കെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെയും ഒരു പോസ് എനർജിയിൽ നിന്നിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു എനർജിയിലേക്ക് വരുന്നത്, സോ ഇതിൻ്റെ കോർ ബ്ലോക്ക് എവിടെയാണ് എന്നിൽ കിടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് മസ്കുലൈൻ എനർജിയുടെ എനർജി അപ്ഡേറ്റ്. നിങ്ങൾക്കൊക്കെ അറിയാം, കഴിഞ്ഞ ഏപ്രിൽ തൊട്ട് മാക്സിമം നന്നായിട്ട് ഇന്നർ വർക്ക് ചെയ്യുന്ന ഫെമിനൈൻ എനർജീസിൻ്റെ മസ്കുലൈൻ എനർജീസ് ഒരു മാസീവ് അവേക്കനിങ്ങിൽ ഉള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു മാസീവ് അവേക്കനിങ് നടക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഇവിടെയുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് അവരുടെ കാർമിക് ക്ലിയറൻസ് സ്റ്റാർട്ട് ആവുന്ന സമയം. അവരുടെ കാർമിക് ക്ലിയറൻസ് ഇൻ ദ സെൻസ് നിങ്ങളുടെ സോൾ എഗ്രിമെൻറ്റിൻ്റെ അനുസരിച്ച് നിങ്ങളുടെ അതർ ഹാഫിൻ്റെ കാർമിക് ക്ലിയറൻസ് നടക്കുന്ന സമയം. ഇവിടെ പലതരത്തിലുള്ള എനർജീസ് നിങ്ങൾക്ക് പിക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം, അതായത് നിങ്ങളുടെ കൗണ്ടർ പാർട്ടിൻ്റെ എനർജീസ് പിക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു ഇൻകൺസിസ്റ്റൻസി, കൺഫ്യൂസ്ഡ് എനർജി, ലോജിക്കൽ മൈൻഡ് പെട്ടെന്ന് ആക്റ്റീവ് ആയതുപോലെ, ആങ്സൈറ്റി ഇഷ്യൂസ് ഒക്കെയും അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ഒക്കെയും. സോ ഇതിനെയൊക്കെയും ഇങ്ങനെയൊക്കെ ഉള്ള എനർജീസ് നിങ്ങൾ പിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് നിങ്ങളുടെ കൗണ്ടർ പാർട്ടിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനത്തെ എനർജീസ് പിക്ക് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്?
മെഡിറ്റേഷനിലിരിക്കുക, ആ ഒരു എനർജീനെ റിലീസ് ചെയ്യുക. കാരണം ഇവിടെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യം, നമ്മൾ കൗൺസിലിങ്ങിലൊക്കെയും അത് അവരുടെ എനർജി അല്ലേ എന്നുള്ള കാര്യം. അങ്ങനെയല്ലത്, നിങ്ങളും അവരും ഒന്നാണ്. അതായത് ഒരു സോളാണ് വിത്ത് എ ടീം വർക്ക്. അതായത് ഒരു സോളിൻ്റെ ഇവോൾവ്മെൻറ്റിന് വേണ്ടിയുള്ള ടീം വർക്കാണ് 2 ബോഡിയിലിരുന്ന് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആ കാർമിക് ക്ലിയറൻസ് വരുമ്പോൾ എനർജറ്റിക്കലി നിങ്ങളുടെ എനർജീനെ സേവ് ചെയ്യുകയും നിങ്ങളുടെ എനർജീനെ ഓവർ ഗിവിങ് ആയിട്ട് മറ്റു പല കാര്യങ്ങളിൽ ലീക്ക് ചെയ്യാതിരിക്കുകയും ഇതേ എനർജീനെ നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സൽ എനർജറ്റിക്കലി സറണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ 5Dയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ഫെമിനൈൻ എനർജിയുടെ വർക്കാണ്. അപ്പോൾ ഇക്കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോവുക. ആൻഡ് ഒരു ചേസിങ് എനർജിയും നിങ്ങൾക്ക് ഈ ഒരു ഫേസിൽ അനുഭവപ്പെടാവുന്നതാണ്. ഭയങ്കരമായിട്ട് മിസ്സിങ് എനർജിയും ഒക്കെ. ഇതൊക്കെ നിങ്ങളുടെ കൗണ്ടർ പാർട്ടിൻ്റെ എനർജി നിങ്ങൾ പിക്ക് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു എനർജീസിനെ റിലീസ് ചെയ്യുക. പല മസ്കുലൈൻ എനർജീസും ഒരു ഫിനാൻഷ്യൽ ട്രബിളിലൂടെയും ഫൈനാൻഷ്യലി കൊളാപ്സ് ആവുന്ന ഒരു സ്റ്റേജിലൂടെയും കടന്നു പോകുന്ന ഒരു സമയമാണ്. അതായത് അത് യൂണിവേഴ്സായിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു ടെസ്റ്റും ഒരു ലെസണുമാണെന്ന് മനസ്സിലാക്കുക. ഒരു പക്ഷേ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങളുടെ കൗണ്ടർ പാർട്ട് നിങ്ങളിലേക്ക് ഒരു കോണ്ടാക്റ്റിൽ വരികയാണെങ്കിൽ, 3Dയിൽ കോണ്ടാക്റ്റിൽ വരികയാണെങ്കിൽ ഒത്തിരി എനർജി, അതായത് നിങ്ങളുടെ ഹീലിംഗ് എനർജി അവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യരുത്. ജസ്റ്റ് ആസ് യൂഷ്വൽ ആസ് എ ഫ്രണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജീനെ, കാരണം 3Dയിൽ നിങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും എനർജറ്റിക്കലി നിങ്ങൾ ഒന്നായതുകൊണ്ട് തന്നെ ആ എനർജി അവർക്ക് മനസ്സിലാകും. സോ അവിടെ നിങ്ങളുടെ എനർജീനെ ബാലൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷനിൽ വരാവുന്നതാണ്. ഇനി ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് അവേക്കനിങ്ങിലുള്ള ഡിവൈൻ മസ്കുലൈൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഫെമിനൈൻ എനർജി ഒരു ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് അവേക്കനിങ്ങിലാണ്. ആൻഡ് ഇവരൊരു റണ്ണറിൻ്റെ ഒരു ഫേസിലാണെങ്കിൽ അവർ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ്. അവരുടെ ഹാർട്ട് ചക്ര ഭയങ്കരമായിട്ട് പെയിൻ അവർക്ക് ഫീൽ ആവുന്നുണ്ട്. ആൻഡ് ഇതിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഇവർ മേ ബി പല റിലേഷൻഷിപ്സിലേക്ക് പോകാം, മേ ബി പല അഡിക്ഷൻസിലേക്കൊക്കെയും അവരുടെ എനർജീനെ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് ചെയ്യുന്ന ഒരു ഫേസാണിത്. അപ്പോൾ ദ സെയിം തിങ് അവരുടെ കൗണ്ടർ പാർട്സിനെ യൂണിവേഴ്സായിട്ട് ട്രിഗർ ചെയ്യും. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റീസാണ് അവർ ആ സർഫേസിൽ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെ എഗെയിൻ ഫീലാകുക, ഹീൽ ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ബ്ലോക്കേജസിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നന്നായിട്ട് ഹീലായ, അതായത് അവരുടെ സോൾ പർപ്പസിൽ വളരെ ബിസി ആയിട്ടിരിക്കുന്ന ഫെമിനൈൻ എനർജീസും അവരുടെ കൗണ്ടർ പാർട്സിൻ്റെയും യൂണിയൻ്റെ പോർട്ടൽ സ്റ്റാർട്ടായി കഴിഞ്ഞു ഓൾറെഡി. മേജർലി യൂണിയൻസ് നടക്കേണ്ട ഇവിടം തൊട്ട് അങ്ങോട്ട് നവംബർ വരെ നമുക്ക് യൂണിയൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. എഗെയിൻ ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള നെഗറ്റീവ് എനർജീസിൻ്റെ എഫക്റ്റ്, സൈക്കിക് അറ്റാക്സ് വരുന്ന ഒരു സമയവും കൂടെയാണിത്. അപ്പോൾ എല്ലായ്പ്പോഴും ഓറാനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഓറ ലോക്ക് ചെയ്യുക. സൈക്കിക് അറ്റാക്സ് വരുന്നത് നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരിലൂടെ ഒരു ട്രിഗർ ആവാം നമ്മളുടെ എനർജീനെ ഇംബാലൻസ് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺവെർസേഷൻ ആവാം. ഈവൻ നമ്മൾ ചെയ്യുന്ന സോൾ പർപ്പസിൽ അതിലൂടെ ഏതെങ്കിലും ഒരു സോൾ നമ്മളിലേക്ക് കണക്റ്റ് ആയിട്ട് ആ ഒരു എനർജീനെ നമ്മളിലേക്ക്, അതായത് ആ ഒരു ലോവർ വൈബ്രേഷൻ എനർജി നമ്മൾ എടുത്തുകൊണ്ട് ഒരു ലോയിലേക്കൊക്കെ പോകുന്ന ഒരു ഫേസ് ആവാം. പക്ഷേ ഇതൊക്കെയും മനസ്സിലാക്കുക, ഡിവൈൻ്റെ ടെസ്റ്റാണ്. ഒരു നെഗറ്റീവ് എനർജിക്ക്, ഒരു സൈക്കിക് അറ്റാക്കിനും ബിയോണ്ട് ഡിവൈൻ എനർജി വർക്ക് ചെയ്യാനുള്ള കെൽപ്പില്ല എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഒരു പക്ഷേ അങ്ങനത്തെ അറ്റാക്സ് വന്നാൽ പോലും അതിലേക്ക് കൂടുതൽ എനർജി കൊടുക്കാതെ, അതിപ്പോൾ ഒരു ഓവർ തിങ്കിങ് ആയിട്ടായിരിക്കാം, ഒരാൾ കോൾ ചെയ്തായിരിക്കാം, നമ്മളിപ്പം ഹീലിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ, ഹീലേഴ്സ് ആണെങ്കിൽ പെർട്ടിക്കുലറായിട്ടും അവർ ചെയ്യുന്ന ഒരു ഹീലിംഗ് വർക്ക്സിലൂടെ അവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് കൊടുക്കുന്ന ആ ലൈറ്റിൽ എവിടെയെങ്കിലും ആ ലൈറ്റിനെ ഡിം ചെയ്യാനായിട്ട് ഒരു ചെറിയ കരട് പോലെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എഫക്റ്റ്, അത് പ്രശ്നമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ ലെറ്റ് ഗോ ചെയ്തുകൊണ്ട് കൂടുതലായിട്ടും ഒരു സോളിറ്റ്യൂഡിലിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്നർ വർക്ക് നന്നായിട്ട് ചെയ്യുക. കാരണം
നമ്മളെപ്പോഴാണോ നെഗറ്റീവ് അറ്റാക്സ് വരുന്നതെന്ന് വിചാരിക്കുന്നത് ആ സമയത്ത് അതിൻ്റെ പ്രഭാവം കൂടുതലായിട്ട് അതിന് നമ്മൾ പവർ കൊടുക്കുകയാണ്. അങ്ങനെ പവർ കൊടുക്കാതെ കൂടുതലായിട്ട് ഇന്നർ വർക്ക്സ് ചെയ്യുക, നമ്മളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ജപങ്ങൾ ചെയ്യാവുന്നതാണ്. ആൻഡ് ഒരു പക്ഷേ അങ്ങനെ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ട് എന്ന് തോന്നിയാൽ തന്നെ അതിനെഗെയിൻ ഗ്രൗണ്ടിങ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെയൊക്കെ എനർജറ്റിക് കോഡ്സ് നമ്മളിൽ നിന്ന് റിലീസ് ആവുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അതായത് എന്തൊക്കെ എനർജറ്റിക് കോഡ്സ് ഞാൻ മറ്റുള്ളവരിൽ നിന്നും എടുത്തിട്ടുണ്ട് അതൊക്കെയും റിലീസ് ആവുന്നതായിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഗ്രൗണ്ടിങ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് കോമൺലി പറയുമ്പം ചക്രാസിൽ ഏറ്റവും കൂടുതലും ത്രോട്ട് ചക്രയിൽ വർക്ക് നടക്കുന്ന ഒരു സമയമാണ് തേർഡ് ഐ ചക്രയിൽ ആൻഡ് സോളാർ പ്ലെക്സസ് ചക്രയിൽ. ട്വിൻ ഫ്ലെയിംസിൽ അത് ഫെമിനൈൻ എനർജി ആണെങ്കിലും മസ്കുലൈൻ എനർജി ആണെങ്കിലും. സോ നിങ്ങൾക്ക് ഈ ഒരു ചക്രാസിൻ്റെ ഒരു പെയിൻ തോന്നാം. പെർട്ടിക്കുലർലി ബോഡി പെയിനിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കാലുകൾ, തുടകൾ, ബാക്ക് പെയിൻ ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ആവുന്നുണ്ടായിരിക്കാം. ഇതൊക്കെ ആ കോസ്മിക് എനർജീസിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ബോഡിയിൽ എനർജറ്റിക് വൈബ്രേഷൻ്റെ രൂപത്തിൽ വന്ന് നമ്മുടെ ബോഡിയിലുള്ള ഇമോഷണൽ ബാഗേജിനെ ക്ലെൻസ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സറണ്ടർ ചെയ്യുക, റെസ്റ്റ് കൂടുതലായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമായിരുന്നു എനർജി അപ്ഡേറ്റ്. ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ ആകാശിക് ബുക്ക് റെക്കോർഡ്സിൻ്റെ റീഡിംഗ് ഫസ്റ്റ് ലെവൽ ക്ലാസ്സസ് ജൂൺ 30 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആൻഡ് റേഖി സെക്കൻഡ് ലെവൽ ക്ലാസ്സസ് ജൂലൈ 5 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിന്, ഹീലിംഗ് സെഷൻസിന്, റേഖി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്ങിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.